ഞങ്ങൾ വായിക്കണ ഹദീസ് തന്നെ കാണാത്ത മുമ്പ് ഇപ്പൊ ഇൽമു പഠിച്ചാൽ എന്തായിരിക്കും ഞങ്ങളെ സ്ഥിതി? എന്നിട്ട് പറയാണ് ഇന്ന് വരെ ഒരാളും പറയാത്ത ഹദീസ് പറഞ്ഞു. പോയത്തം പറഞ്ഞില്ലേ ഉസ്താദുമാരെല്ലാവരും അത് നോക്കി ശരിപ്പെടുത്തി ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്ന് ഞങ്ങളെ പറഞ്ഞയച്ച ഒരു സംഭവം പോലെ ആരും കാണാത്തത്. എന്ത് ജാതി പൊട്ടത്തരായി പറയുന്നത്? നിങ്ങളായിരുന്നു ഞങ്ങൾ ഉസ്താദുമാരുടെ കൂടെ ഹാദ്യമായിട്ട്? അത് ശരി. എ.പി. സാഹിന്റെ കൂടെയും പൊന്മള സാഹിന്റെ കൂടെയും എല്ലാവരുടെ കൂടെയും ഹാദ്യമായിട്ട് സക്കരിയ സ്വലാഹിം വരൊക്കെ നടക്കലില്ലേ? അവരെന്താ പറയുന്നത്, എന്താ പ്രചരിപ്പിക്കുന്നത്, എന്താ ക്ലാസ്സിൽ പറയുന്നത്, ഇതൊക്കെ നോക്കിയെടുക്കൽ ഞങ്ങൾക്ക് പണി. ഞങ്ങൾക്കിതൊന്നും ഒരു പുതിയതല്ല. ഞങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതും ഞങ്ങളുടെ ഓരോ ക്ലാസ്സുകളിലും ഓരോ സമ്മേളനം വരുമ്പോ നാലാള് കൂടിയിട്ടിങ്ങ് അങ്ങനെ ഇരുന്നിങ്ങ് പിരിഞ്ഞു പോരലില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകളാണ്, നല്ല പാഠമുള്ള ക്ലാസ്സുകൾ. പ്രഗത്ഭരായ ബഹർ പോലുള്ള പണ്ഡിതന്മാര് ഈ സമൂഹത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സംശയവും അവരുടെ മുമ്പിൽ ചോദിക്കാം. വ്യക്തമായ മറുപടി ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരും. ഒരു മടിയില്ല. അങ്ങനത്തെ പണ്ഡിതന്മാരൊന്നും കാണാത്ത ഞങ്ങൾ കണ്ടു. പറയുമ്പോ ഒരു ഉളുപ്പ് വേണ്ടേ? ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ പറയാൻ? അപ്പൊ അങ്ങനല്ല വിവരക്കേടൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ആ മോഹമുണ്ടല്ലോ, അത് തൽക്കാലം വീട്ടിന്റെ അടുക്കളയിൽ സൂക്ഷിച്ചു വെക്കുക. കാര്യം പറയാൻ രംഗത്ത് വരിക. അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിങ്ങൾ നോക്ക്. എന്നിട്ട് നമ്മളെ സക്കരിയ സ്വലാഹി മൂപ്പര് ഇടക്കിടക്ക് വരാഞ്ഞാൽ ഞമ്മക്കൊരു വിഷമാണ്, ഇവിടെയുള്ള മുജാഹിദിന് വിഷമാണ്. കാരണം അക്കോലത്തിൽ മൂപ്പര് ഇവിടെ വന്നിട്ട് മൂപ്പരെ കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്നൊരു തോന്നൽ വേണ്ട. കാരണം കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ഞമ്മക്ക് ചില കാര്യമുള്ള വിഷയങ്ങൾ ചിലപ്പോൾ മൂപ്പര് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളെങ്കിലും നമ്മൾ ഇവരെ കാണിച്ചു കൊടുക്കുക. എന്നാലും അതൊരു ഉപകാരമാവട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കളവ് പറയുന്ന ആളുകളുടെ രീതി എന്നും അവരിപ്പോ എന്താ ഇവർ ചെയ്തത് എന്നുള്ളതും ജനങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. മറ്റ് കളവ് പറയൽ രീതിയാക്കി സ്വീകരിച്ചവർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി. അവർ നമ്മൾ ഒഴിവാക്കി. അവർ വേറെ സംഘടന ഉണ്ടാക്കി പോയി. അവർ പറയുന്നത് ഞങ്ങളിപ്പോ പുതിയ ചിന്താധാരയാണെന്ന്. ആ ചിന്താധാരക്കാരതേറ്റ് പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിന് അതുകൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. പോയി അതിനേക്കാൾ സ്ട്രോങ്ങിൽ ഇവിടെ കളവ് നന്നായി പറയാൻ വേറെ ആളുകൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കും. ഇവിടെ കുഴപ്പം സംഭവിക്കില്ല. അപ്പോൾ ആ കളവ് പറയൽ നിർത്തിയാലാണ് ഇവിടെ കുഴപ്പം സംഭവിക്കുക. കാരണം അപ്പൊ എല്ലാരും സുന്നാണ്ടി വരും. കാരണം കളവ് പറഞ്ഞിട്ടേ എല്ലാ സ്ഥലത്തും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അത് ഈ പറയുന്ന ആളിപ്പോ എന്താ പറഞ്ഞത്? കളവ് പറയൽ ജോലിയാക്കിയിരുന്ന തൊഴിലാക്കിയിരുന്ന ആളുകളൊക്കെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയി. എന്നാ പോയിട്ടില്ല കാക്ക. പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പോണം. നിങ്ങൾ ആദ്യം പോണം. നിങ്ങൾ മുന്നിൽ നിൽക്കണം. അപ്പോഴേ മറ്റുള്ളവർക്ക് ബാക്കിൽ വരുള്ളൂ. പോയി അങ്ങ് പറഞ്ഞാൽ സാധനം പോകൂല. നിങ്ങൾ ആദ്യം നടന്നു കൊടുക്കണം. അപ്പോഴേ വരുള്ളൂ. കാരണം എടമുട്ടം സംവാദത്തില് പച്ച നുണ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച മനുഷ്യനാണ്. അതും മലയാള പുസ്തകത്തിൽ നിന്ന് അപ്പുറം ഇപ്പുറം കട്ടുവെച്ചിട്ട് നടുവെന്ന് മാത്രം മൂപ്പർക്ക് ആവശ്യമുള്ള വായിച്ചു. അത് തീർത്ത് വായിച്ചണം എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞു നിങ്ങളെ പുസ്തകമൊക്കെ വായിക്കാൻ എനിക്ക് പണിയും. പിന്നെ എന്തിനാ എടുത്തത്? പിന്നെ എന്തിനാ അത് എടുത്തത്? പുസ്തകം മുഴുവൻ വായിക്കലല്ലേ പണിയത്? തലക്കെന്ന് വായിക്കാൻ പറഞ്ഞു വരുന്നുണ്ട്. ആ ഭാഗത്തിന്റെ നേരെ മുന്നിലുള്ളതും പിന്നിലുള്ളതും വായിക്കണം. ഉസ്താദ് അന്ന് തന്നെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളിടത്ത് ഇല്ലല്ലാ എന്ന് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ തീരുന്നില്ല, തീർത്തു പറയണം. അപ്പോഴേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുള്ളൂ. എന്തേ അങ്ങനെ വായിക്കാത്തത്? നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചോളൂ. വെറുതെ ഓരോ ആവശ്യമില്ലാത്തത് കൊണ്ടിട. എന്നിട്ട് മാനം കെട്ടാൽ എന്തെങ്കിലൊക്കെ വിളിച്ചു പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ സമയമാണെന്ന് പറഞ്ഞ് വെറുതെ ഒച്ചണ്ടാക്കുക. എന്നിട്ട് അവസാനം ഇയാൾക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ നേരെ അങ്ങ് ചാടിക്കണ അധ്യക്ഷന്റെ നേരെ. പറഞ്ഞിട്ടിങ്ങട്ട് കൊളത്തൂർ ഉസ്താദിന്റെ നേരെ പറഞ്ഞിട്ടിങ്ങട്ട് എത്തുന്നില്ല ഇയാൾക്ക്. അങ്ങനെ ഇയാൾ ഇവിടെ നിന്നിട്ട് പറയാണ് എന്റെ സമയമാണ്, എന്റെ സമയമാണ്. അതൊരു 3-4 വട്ടം പറഞ്ഞു, 33 വട്ടാകുന്നല്ലാതെ സംഗതി അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകൂലല്ലോ. അവസാനം അയാൾ പറയാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? പറയാനൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഒന്നാണ് ചാടി കൊടുക്കുക എന്നുള്ള തീരുമാനം അധ്യക്ഷന്റെ നേരെ ഒരൊറ്റ ചാട്ട പിന്നെ മൂപ്പര് നടത്തിയത്. എന്ന ആളാ കളവ് പറയിൽ ഏർപ്പാടാക്കിയ ആളുകൾ ഞങ്ങളിൽ നിന്ന് പോയി. പോണോന്നാണ് കണ്ടോളി. ഞാൻ ഇനി വായിക്കാം. ആരാ മൂടി വെച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകപ്പേഴങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ. ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചറിയോ? ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബീൽ 1971 നവംബർ പുസ്തകം ലക്കം 1, പുസ്തകം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. എന്തെങ്കിലും നിങ്ങൾ തെളിയിക്കുക. അപ്പം മധ്യസ്ഥന്മാരെ കൊടുക്കാം. സൽസബീലുള്ള എന്താ നിങ്ങള്? വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തളം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, അത് മാത്രല്ല അദ്ദേഹം ആദ്യം പറഞ്ഞു സിട്ടിക്ക് സുജൂദിൽ ശിർക്കാണെന്നുള്ളതിൽ തർക്കല്ല.
എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, ഇയാൾ ഉദ്ധരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ, ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥന്മാർക്ക് ഞാൻ കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ കാണിച്ചു തരണം. കണ്ടോ, ചർച്ച അതല്ല ഇവിടുത്തെ ചർച്ച, അതല്ല അത് മനസ്സിലാക്കണം. ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ള ചർച്ച. മൗലവി ശ്രദ്ധിക്കണം. എല്ലാവരും പറഞ്ഞത് എന്റെ സമയമാണ് പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കും. എന്തിനീ പണിക്കൊക്കെ നിക്കണം? മാനം കെടാൻ വേറെ എവിടെയും പോണോ? കൊളത്തൂരിന്റെ പറച്ചിലുകൊണ്ടേ ഇയാൾക്കൊന്നും പറയാൻ കിട്ടില്ല. കാരണം എന്തേ പറയാൻ വേണ്ടേ? പറഞ്ഞതിന്റെ പിടിച്ചും ചെയ്ത്. പിന്നെ ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? ആകെ പറയാനുള്ളത് എന്റെ സമയമാണ്. അത് പോയി പെരെ കൊണ്ടുവച്ചോ കേട്ടോ, കേടെടുത്തണ്ട. അങ്ങനെ കുറെ സമയം ഉണ്ടാക്കി വെച്ചീണല്ലോ ആവശ്യമില്ലാതെ. അത് കേട് വരണ്ട, നന്നായി തലക്കമ്പുറത്ത് എടുത്തു വെച്ചോ. അതേ പറയാനുള്ളൂ. സെൽസബീലിൽ അതുണ്ടോ ഇല്ലേ വിഷയം മാറ്റി നോക്ക് നിങ്ങൾ. ഇവരെ തനി നിറം ജനങ്ങൾ പഠിക്കണം. സെൽസബീൽ അതുണ്ടോ ഇല്ലെന്നായിരുന്നോ ചർച്ച? ആ സംവാദം കണ്ടവർക്ക് അറിയില്ലേ? ഇസുദ്ദീൻ സഖാഫി എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം, ആ എഴുതിയിടത്തുള്ള പ്രശ്നം മൂപ്പര് പെട്ടെന്ന് മാറ്റിയിട്ട് സെൽസബീലിൽ നിന്ന് എടുത്തുദ്ധരിച്ചതും സെൽസബീലിലുള്ളതും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞ് ചർച്ച വേഗം തിരിക്കുക. ഉടനെ തന്നെ നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു, അത് പിന്നെ ചർച്ച ചെയ്യാം. സെൽസബീൽ എന്താ ഉള്ളത്, ഉദ്ധരിച്ചത് എന്താണ്, അതല്ല ഇവിടുത്തെ ചർച്ച. നിങ്ങൾ നേരത്തെ വായിച്ച ആരോപണം അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കണം എന്നാ പറഞ്ഞത്. വായിച്ചില്ല. അത് വായിക്കാതെ നേരെ വിഷയം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച മൗലവിയെ കയ്യോടെ പിടികൂടിയപ്പോൾ മാനംകെട്ട മൗലവി ഇപ്പുറത്ത് നിന്നൊന്നും പറയാനില്ലാതെ എന്റെ സമയമാണ് എന്റെ സമയമാണെന്ന് 33 പ്രാവശ്യം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ, ആദ്യം കളവ് പറഞ്ഞ് ശീലമാക്കിയിട്ട് പിടിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യം പുറത്താകാതെ ഈ സമൂഹം നന്നാകുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം നിങ്ങൾ ശരിക്ക് പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഫഇന്നസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർറ് ഫഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്നാ. സത്യം പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കുന്നതാണ്. അതേ സമയത്തോ നന്മ മനുഷ്യനെ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ, ഫഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ. കള്ളം പറയുന്നത് മനുഷ്യനെ തെമ്മാടിത്തരത്തിലേക്ക് എത്തിക്കും. അപ്പൊ പറയാൻ കിട്ടാതെ ചാടി അടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടി വരും. പല തെമ്മാടിത്തരങ്ങളും കളവിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ള നിർത്തിയില്ല, ഫഇന്നൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ. തെമ്മാടിത്തരം മനുഷ്യനെ എത്തിക്കുന്നത് നരകത്തിലേക്കാണ്. സ്വദഖ്ത യാ റസൂലല്ലാഹ്.